അടുത്തത് അയോണിക് ഓർ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട്, അതിൻ്റെ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ടിനെ, അയോണിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? What are the factors that depends on the formation of ionic compound? On the ease of formation of negative and positive ions from respective neutral atom. റെസ്പെക്റ്റീവ് ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ടാവാനുള്ള ഈസിനെസ്, എളുപ്പം, എത്രത്തോളം എളുപ്പത്തിലുണ്ടാവുന്നോ അത്രത്തോളം അത് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ എന്താണ് ഈസിനെസ് പെട്ടെന്ന് ഫോം ചെയ്യും. ദെൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ദി സോളിഡ്സ്. പൊതുവെ അയോണിക് കോമ്പൗണ്ട്സ് ഒക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അപ്പോൾ ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ, ക്രിസ്റ്റലിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നും അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദി ഫോർമേഷൻ ഓഫ് പോസിറ്റീവ് അയോൺ ഇൻവോൾവ്സ് എൻതാൽപ്പി, ഇൻവോൾവ്സ് അയണൈസേഷൻ എൻതാൽപ്പി, ആൻഡ് ദാറ്റ് ഓഫ് നെഗറ്റീവ് അയോൺ ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു പോസിറ്റീവ് അയോൺ ഉണ്ടാവുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി അയണൈസേഷൻ എൻതാൽപ്പി. നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ. ഒരു ന്യൂട്രൽ ആറ്റം ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് പോസിറ്റീവ് അയോൺ ആവാനുള്ള ടെൻഡൻസിയാണ് അയണൈസേഷൻ എന്ന് പറയും. അതിനാവശ്യമായ എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നതിനനുസരിച്ച് പോസിറ്റീവ് അയോണ് പെട്ടെന്ന് ഫോം ചെയ്യും. അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പോസിറ്റീവ് അയോൺസ് ഉണ്ടാകും. അപ്പോൾ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആണെങ്കിൽ അതിന് അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. ഹൈലി ഇലക്ട്രോ പോസിറ്റീവ്, പെട്ടെന്ന് പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ, എപ്പോഴും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് ആണ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഈ അയോണിക് കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? Enthalpy change when a gas phase atom in its ground state gains an electron. നമ്മൾ പഠിച്ചതാണ് തേർഡ് ചാപ്റ്ററിൽ, ഇവിടെ റിവൈസ് ചെയ്ത് പോകാന്നുള്ളൂ. എൻതാൽപ്പി ചേഞ്ച്, എൻതാൽപ്പി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ആണ്. ഒരു ഇലക്ട്രോൺ ഗ്യാഷ്യസ് ഫേസിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്, എനർജി ചേഞ്ച്, ഹീറ്റ് കണ്ടന്റ് ചേഞ്ച്, അതിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. എന്താവാം? എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം. അയണൈസേഷൻ ഈസ് ഓൾവേസ് എൻഡോതെർമിക് പ്രോസസ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം. പക്ഷേ അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ പ്രോസസ്സ് എപ്പോഴും എക്സോതെർമിക് പ്രോസസ്സാണ്. അയോണിക് ബോണ്ട്സ് ആർ ഫോംഡ് ഈസിലി ബിറ്റ്വീൻ എലമെൻറ്റ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി ലോ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് എലമെൻറ്റ്സ് വിത്ത് കമ്പാരിറ്റീവ്ലി ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു അയോണിക് ബോണ്ട് എപ്പോഴും ഫോം ചെയ്യുക ഏറ്റവും കുറവ് അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് കുറവ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളതും അതേപോലെ ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ഒരു ആറ്റവും തമ്മിലാണ് എപ്പോഴും ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും. In most ionic compounds, cation derived from metals and anion derived from non-metals. ഭൂരിഭാഗം കേസിലും അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവുക, അതിൽ കാറ്റയോൺസ് എന്തിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ടാവുക? മെറ്റലിൽ നിന്നായിരിക്കും. കാരണം മെറ്റലിന് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കൂടുതലാണ്. നോൺ മെറ്റലിനായിരിക്കും നെഗറ്റീവ് അയോൺസ് ഉണ്ടായിട്ടുണ്ടാവുക, കാരണം അതിന് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. NH4 plus is an exceptional case in which both are non-metals. നോക്കുക, NH4 പ്ലസ് അമോണിയം, അതായത് NH3 അമോണിയയാണ്, അതിനോടുകൂടി H പ്ലസും കൂടി കൂട്ടുമ്പോൾ അമോണിയം. അമോണിയം എന്നുള്ളത് എന്താണ് പോസിറ്റീവ് അയോണാണ്, പക്ഷേ അതൊരിക്കലും എന്തല്ല, അത് മെറ്റലല്ല. അപ്പോൾ നോൺ മെറ്റൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അയോണാണ് NH4 പ്ലസ്. അപ്പോൾ NH4Cl അമോണിയം ക്ലോറൈഡ്, അത് അയോണിക് കോമ്പൗണ്ടാണ്. ക്ലോറിൻ നോൺ മെറ്റലാണ്, നൈട്രജൻ നോൺ മെറ്റലാണ്, ഹൈഡ്രജൻ നോൺ മെറ്റലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സെപ്ഷൻ കേസും ഉണ്ട്. ഇൻ അയോണിക് സോളിഡ്സ് ദി സം ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് അയണൈസേഷൻ എൻതാൽപ്പി മേ ബി പോസിറ്റീവ്. സ്റ്റിൽ ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് ഡ്യൂ ടു ദി എനർജി റിലീസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി ക്രിസ്റ്റൽ ലാറ്റിസ്. അയോണിക് സോളിഡ്സിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെയും അയണൈസേഷൻ എൻതാൽപ്പിയുടെയും സമ്മ് അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും.
സ്റ്റിൽ ദി ക്രിസ്റ്റൽ സ്ട്രക്ചർ ഗെറ്റ് സ്റ്റെബിലൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്രിസ്റ്റൽ സ്ട്രക്ചർ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്യൂ ടു ദി എനർജി റിലീസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ ലാറ്റിസ് ഫോം ചെയ്യും. ഈ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, സോഡിയം ക്ലോറിനൊക്കെ ഇങ്ങനെ ബോളുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ നെഗറ്റീവും പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു ക്രമീകരണത്തെയാണ്, അറേഞ്ച്മെൻറ്റിനെയാണ്, ക്രിസ്റ്റലിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ ക്രിസ്റ്റൽ ലാറ്റിസിൽ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ പിന്നെ എന്താണ് ക്രിസ്റ്റൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റാണ് ലാറ്റിസ് എൻതാൽപ്പി. ദി എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് എ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഗ്യാഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അതിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ദി എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് സോളിഡ് അയോണിക് കോമ്പൗണ്ട്സ്. അത് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mole, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട്. അപ്പോൾ 1 mole സോളിഡ് അയോണിക് കോമ്പൗണ്ട്, 1 mole സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയം ക്ലോറൈഡിൽ നിന്ന് അതിൻ്റെ കോൺസ്റ്റൻറ്റ് ആൻഡ് അയോൺസ് ആയിട്ടുള്ള Na+ഉം Cl- ഗ്യാസസ് സ്റ്റേറ്റിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എത്ര എനർജി കൊടുക്കണം, അതിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുക. അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള 1 mole അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ ഗ്യാസസ് സ്റ്റേറ്റിലുള്ള കോൺസ്റ്റുവൻ്റ് അയോൺസ് ആക്കി മാറ്റാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സോളിഡ് സ്റ്റേറ്റിലുള്ള 1 mole സോഡിയം ക്ലോറൈഡ് എടുത്ത് അതിനെ സോഡിയം അയോൺ ഗ്യാസസ് സ്റ്റേറ്റിലുള്ള ക്ലോറൈഡ് അയോൺ ഗ്യാസസ് സ്റ്റേറ്റിലാക്കി മാറ്റാൻ എത്ര എനർജി നമ്മൾ കൊടുക്കണം, അതിനെയാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇൻവോൾവ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ആൻഡ് റിപ്പൾഷൻ ബിറ്റ്വീൻ അയോൺസ് വിത്ത് സെയിം ചാർജസ്. ആ കൊടുക്കേണ്ട എനർജി ലാറ്റിസ് എൻതാൽപ്പി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? പോസിറ്റീവും നെഗറ്റീവും അയോൺസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പോസിറ്റീവും അയോൺസും നെഗറ്റീവും അയോൺസും തമ്മിലുള്ള റിപ്പൾഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ദ സോളിഡ് ക്രിസ്റ്റൽസ് ബീയിങ് 3-dimensional, impossible to calculate the lattice enthalpy directly from the interaction of force of attraction and repulsion only. ക്രിസ്റ്റൽ ലാറ്റിസ് സോളിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ 3-dimensional, അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് ലാറ്റിസ് എൻതാൽപ്പി ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഇതിൽ നിന്ന് മാത്രം ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻസ്, അതായത് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും മാത്രമായിട്ട് നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഡയറക്റ്റായിട്ട് ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അതിന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബോണ്ട് പാരാമീറ്റേഴ്സാണ്. ബോണ്ടിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് പാരാമീറ്റേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിലൊന്ന് ബോണ്ട് ലെങ്ത്, കൊവാലൻ്റ് റേഡിയസ്, വാൻ ഡെർ വാൾസ് റേഡിയസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദി ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയർ ഓഫ് 2 bonded atoms ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ 2 ആറ്റങ്ങൾ, 2 bonded atoms, ഒരു മോളിക്യൂളിലെ 2 bonded ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. അങ്ങനെ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിന് ന്യൂക്ലിയസ്, 2 bonded ആറ്റത്തിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അവിടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തുലനാവസ്ഥ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയാനുള്ള കാരണം ഒരിക്കലും ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അല്ല, റിജിഡ് അല്ല, സോളിഡ് അല്ല. അവിടെ 2 ആറ്റങ്ങളുണ്ട്, അതിനിടയിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രം, ഒരു വരായിട്ട് നിങ്ങളതിന് കാണരുത്. ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് തന്നെ ഒരു ഹൈഡ്രജൻ ആറ്റം, അതിൽ നിന്ന് ഒരു ഈർക്കിൾ വെച്ചിട്ട് അടുത്ത ഹൈഡ്രജൻ ആറ്റം, അതല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ആയതുകൊണ്ട് അവിടെ ഒരിക്കലും ഫിക്സഡ് ആയിരിക്കില്ല ഡിസ്റ്റൻസ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വൈബ്രേഷനൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്ട്രിങ്കിങ്ങും സ്ട്രെച്ചിങ്ങും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ ബോണ്ട് എന്ന് പറയും, ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മിഡിൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണ്, 2 ന്യൂക്ലിയസുകൾ തമ്മിൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്ത കൊവാലൻ്റ് റേഡിയസ്.
ഇതിൻ്റെ പിക്ചർ നമ്മൾ കാണിക്കാം. കോവാലന്റ് റേഡിയസ് ഓഫ് an atom's core which is in contact with the core of an adjacent atom in a bonded situation. കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഒരു ബോണ്ടഡ് സിറ്റുവേഷനിൽ തൊട്ടടുത്തുള്ള ബോണ്ടഡ് ആറ്റത്തിൻ്റെ കോറിലേക്കുള്ള, കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെല്ല് കഴിഞ്ഞ് ഉള്ളിൽ വരുന്നതിനെ കോർ എന്ന് പറയും, ആ കോറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. രണ്ടാമത്താണ് വാൻ ഡെർ വാൾസ് റേഡിയസ് ഓഫ് ഓവറോൾ ആറ്റം വിച്ച് ഇൻക്ലൂഡ്സ് വാലൻസ് ഷെൽ ഇൻ എ നോൺ ബോണ്ടഡ് സിറ്റുവേഷൻ. കോവാലന്റ് റേഡിയസ് ബോണ്ടഡ് സിറ്റുവേഷനിൽ ന്യൂക്ലിയസിൽ നിന്നും അടുത്ത ആറ്റത്തിൻ്റെ കോറിലേക്ക് ഒരിക്കലും എന്ത് വരില്ല, വാലൻസ് ഷെൽ ഉൾപ്പെടില്ല. ആ ഡിസ്റ്റൻസിനെയാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ നോൺ ബോണ്ടഡ് സിറ്റുവേഷൻ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത സമയത്ത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും വാലൻസ് ഷെല്ലിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അതിനെയാണ് വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന്. കോവാലന്റ് ബോണ്ടഡ് സിറ്റുവേഷനിലാണ്, വാൻ ഡെർ വാൾസ് റേഡിയസ് നോൺ ബോണ്ടഡ് സിറ്റുവേഷനിലാണ്. നമ്മളിവിടെ ഒരു ഇമേജ് കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് വാൻ ഡെർ വാൾസ് റേഡിയസ്, എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് മനസ്സിലാവും. നമുക്ക് അതിൽ കോവാലന്റ് റേഡിയസ് പറയുമ്പോൾ ഏത് വരെ വരുന്നുള്ളൂ, വാലൻസ് ഷെല്ല് ഉൾപ്പെടുന്നില്ല, ആ വാലൻസ് ഷെല്ലിൻ്റെ അടുത്ത് വരെ എത്തുന്നുള്ളൂ. എന്നാൽ വാൻ ഡെർ വാൾസ് റേഡിയസ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ള റേഡിയസിനെയാണ് വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലും കൂടി ഉൾപ്പെടും. വാൻ ഡെർ വാൾസ് റേഡിയസ് ആകുമ്പോൾ, കോവാലന്റ് റേഡിയസ് ആകുമ്പോൾ വാലൻസ് ഷെല്ല് ഉൾപ്പെടില്ല, കാരണം അത് പരസ്പരം ഇങ്ങനെ മെർജ് ചെയ്ത് നിൽക്കുകയാണ്. മെർജ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അതിൻ്റെ വാലൻസ് ഷെല്ല് വരെ എല്ലാം ഉണ്ടാവില്ല. മറ്റതിൻ്റെ തൊട്ടടുത്തത് ഇങ്ങോട്ട് കയറി നിൽക്കുമ്പോൾ അതിന്മേൽ ടച്ച് ചെയ്യുന്നത് വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. ഇമേജിൽ നിന്ന് രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കും. ഒന്ന് ബോണ്ടഡ് സിറ്റുവേഷനിലാണ്, ഒന്ന് നോൺ ബോണ്ടഡ് സിറ്റുവേഷനിലാണ് റേഡിയസ്. രണ്ടും റേഡിയസ് തന്നെ, ആറ്റത്തിൻ്റെ റേഡിയസ് തന്നെയാണ്. അവിടെ ബോണ്ട് എൻതാൽപ്പീസ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആവറേജ് ബോണ്ട് എൻതാൽപ്പീസ് മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെയും സിംഗിൾ ബോണ്ടിൻ്റെയും ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോവുക. ഇവിടെ കാർബൺ ഹൈഡ്രജൻ അതേപോലെ കാർബൺ നമ്മൾ ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഡിഫറെൻറ്റ് ബോണ്ട് എൻതാൽപ്പീസ് ആണ്. ഓരോ ബോണ്ടുകൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോണ്ട് എൻതാൽപ്പീസ് ആണല്ലോ. എല്ലാത്തിനും ഒരിക്കലും ഫിക്സഡ് ബോണ്ട് എൻതാൽപ്പി അല്ല. കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് എൻതാൽപ്പി അല്ല, കാർബൺ ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ ഓരോ ബോണ്ടിനനുസരിച്ചും ബോണ്ട് എൻതാൽപ്പി ഡിഫറെൻ്റ് ആണ്. സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോണ്ട്, നമുക്ക് അവിടെ കാർബൺ ബോണ്ട് ലെങ്ത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത്ത്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അതേപോലെ കാർബൺ നൈട്രജൻ ഓരോന്നിൻ്റെയും ബോണ്ട് ലെങ്ത്തും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആംസ്ട്രോങ് യൂണിറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും ബോണ്ട് ലെങ്ത്ത്, കാർബൺ ബോണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോണ്ട് ലെങ്ത്ത് സെയിം അല്ല. സിംഗിൾ ബോണ്ടിന് ഒരു ബോണ്ട് ലെങ്ത്ത്, ഡബിൾ ബോണ്ടിന് ഒരു ബോണ്ട് ലെങ്ത്ത്, ട്രിപ്പിൾ ബോണ്ടിന് ബോണ്ട് ലെങ്ത്ത് വേറെയാണ്. അപ്പോൾ അവിടെ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും ബോണ്ട് ലെങ്ത്ത് കൂടുതൽ. ബോണ്ടിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത്ത് കുറയും. അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് നമുക്കതിനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ബോണ്ട് ആംഗിൾ അടുത്തൊരു പാരാമീറ്ററാണ് ബോണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദി ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദി സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റൽസ്, നമ്മൾ ആ ഓർബിറ്റൽസിനെയാണ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ്. ഒരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള അടുത്തുള്ള രണ്ട് ബോണ്ടിങ് പെയറുകൾ ഉൾപ്പെടുന്ന ഓർബിറ്റലുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ HOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. പുറത്ത് ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ വേറെ ബോണ്ട് പെയർ, അത് തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ്, ആ രണ്ട് ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓർബിറ്റലുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ബോണ്ട് എൻതാൽപ്പി. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടൊരു കാര്യമാണ്. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of a bond of a particular type between two atoms in a gaseous state. ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഒരു ബോണ്ട്, ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിലെ ഒരു മോൾ ബോണ്ട്, ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവോഗാഡ്രോ നമ്പർ ഓഫ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി കൊടുക്കണം, അതിനെയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of bonds between two constant atoms in a gaseous state. അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോളാണ്. ഒരു മോളിന് എത്ര കിലോ ജൂൾ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഹൈഡ്രജൻ ബോണ്ട് എൻതാൽപ്പി 435.8 കിലോ ജൂൾ പെർ മോളാണ്. എക്സാമ്പിൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ.
മീൻ ഓർ ആവറേജ് ബോണ്ട് എന്താൽപ്പി. ബോണ്ട് എന്താൽപ്പി നമ്മൾ പറഞ്ഞു. എന്താണ് മീൻ അല്ലെങ്കിൽ ആവറേജ് ബോണ്ട് എന്താൽപ്പി? പോളി അറ്റോമിക് ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിലാണ് നമ്മൾ ബോണ്ട് എന്താൽപ്പി പറയുന്നത്. പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ഒരേ ബോണ്ടുകൾ തന്നെ ഒന്നിലധികം ഉണ്ടാവും. അപ്പോൾ അത് ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബോണ്ട് എന്താൽപ്പി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സമ്മാണ് നമ്മൾ അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്, ബോണ്ട് എന്താൽപ്പി ആയിട്ട് എടുക്കുന്നത്. എക്സാമ്പിൾ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് അല്ലെങ്കിൽ CH4. ഇവിടെ കാർബണും ഹൈഡ്രജനും തമ്മിൽ തന്നെ 4 ബോണ്ട് ഉണ്ട്. ഈ 4 ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി 4ഉം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ CH4ലെ CH ബോണ്ട് എന്താൽപ്പി പറയുമ്പോൾ ഈ 4 ബോണ്ട് എന്താൽപ്പിയോടെയും കൂട്ടിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, പോളി അറ്റോമിക് മോളിക്യൂൾസ് ദ ടേം മീൻ ബോണ്ട് എന്താൽപ്പി ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി ബോണ്ട് എന്താൽപ്പി. പോളി അറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിലാണ് മീൻ ബോണ്ട് എന്താൽപ്പി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ബൈ നമ്പർ ഓഫ് ബോണ്ട്സ് ബ്രോക്കൺ. ടോട്ടൽ ബോണ്ട് എന്താൽപ്പിയെ നമ്പർ ഓഫ് ബോണ്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് മീൻ ഓർ ആവറേജ് ബോണ്ട് എന്താൽപ്പി. മീൻ ബോണ്ട് എന്താൽപ്പി ഓഫ് വാട്ടർ. നമുക്കറിയാം ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ടുകൾ 2 ഉണ്ട് വാട്ടറിൽ, H2O-ൽ. അപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് എന്താൽപ്പി 502 ആണ്, 502 ആണ്. രണ്ടാമത്തെ എന്നാൽ എത്രയാണ്? 427, 427 ആണ്. അപ്പോൾ അതിൻ്റെ വാട്ടറിലെ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 502 plus 427 divided by 2, that is equal to 464.5 kilojoule per mole. അപ്പോൾ അതിൻ്റെ മീൻ ബോണ്ട് എന്താൽപ്പി 464.5 kilojoule per mole. ബോണ്ട് ഓർഡർ. ദി ബോണ്ട് ഓർഡർ ഈസ് ഗിവൺ ബൈ ദി നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ദി ബോണ്ട് ഓർഡർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. 2 ഹൈഡ്രജൻ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടാണ്. ദെൻ ബോണ്ട് ഓർഡർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. ഫോർ ഓക്സിജൻ ഇറ്റ് ഈസ് 2. O2 ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്, ബോണ്ട് ഓർഡർ 2. നൈട്രജൻ്റെ കേസിലാകുമ്പോൾ നൈട്രജൻ ബോണ്ട് ഓർഡർ ട്രിപ്പിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബോണ്ട് ഓർഡർ 3 ആണ്. ദ ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ഓർ അയോൺസ് ഹാവ് ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ്. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ ബോണ്ട് ഓർഡർ ഐഡൻറ്റിക്കൽ ആയിരിക്കും. എക്സാമ്പിൾസ് F2O2 മൈനസ്. F2ലും O2 മൈനസിലൊക്കെ ബോണ്ട് ഓർഡർ 1 ആണ്. When increasing the bond order, bond enthalpy increases and bond length decreases. ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും, എന്നാൽ ബോണ്ട് ലെങ്ത് ഡിക്രീസ്. തമ്മിലുള്ള ബോണ്ട് ഓർഡറും ബോണ്ട് എന്താൽപ്പിയും ബോണ്ട് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ്. ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. കാരണം ഒരു ബോണ്ട് 2 ബോണ്ട് ആകുന്ന സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. അട്രാക്ഷൻ കൂടുമ്പോൾ കൂടുതൽ അടുത്തേക്ക് ആറ്റങ്ങൾ മാറും. അടുത്ത് റെസണൻസ് സ്ട്രക്ചർ. അക്കോർഡിംഗ് ടു കൺസെപ്റ്റ് ഓഫ് റെസണൻസ് സ്ട്രക്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് റെസണൻസ് സ്ട്രക്ചർ. ഓസോണിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് whenever a single Lewis structure cannot be described by a molecule accurately, a number of structures with similar energy, position of nuclei, bonding and non-bonding pair of electrons are taken as the canonical structures of the hybrid which describes the molecule accurately. അത്രയും പറഞ്ഞത് എന്താണ്? ഒരു മോളിക്യൂളിനെ ഒരു സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് a number of structures with similar energy, position of nuclei, bonding and non-bonding pair of electrons are taken as canonical structures of the hybrid which describes the molecules accurately. സിംഗിൾ ലൂയിസ് സ്ട്രക്ചർ ഉപയോഗിച്ച് ഒരു മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. അതാണ് ഓസോൺ അതിന് എക്സാമ്പിളാണ്, ബെൻസീനൊക്കെ അതിന് എക്സാമ്പിളാണ്, കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിളാണ്. അവിടെ നമുക്ക് അത്തരം മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരേ എനർജിയും ഒരേ ന്യൂക്ലിയസിൻ്റെ പൊസിഷനും ബോണ്ടിങ്ങും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസൊക്കെ ഒരേപോലെയുള്ള ഡിഫറെൻറ്റ് സ്ട്രക്ചറുകൾ, അതിനെ പറയുന്ന പേര് കനോണിക്കൽ സ്ട്രക്ചർ എന്നാണ്, ഇൻഡിവിജ്വൽ സ്ട്രക്ചറിനെ പറയും. അങ്ങനെ ഒന്നിലധികം ഇൻഡിവിജ്വൽ സ്ട്രക്ചറുകൾ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ എനർജി സെയിം ആയിരിക്കും, പൊസിഷൻ ഓഫ് ന്യൂക്ലിയൈ, അതേപോലെ തന്നെ അതിൻ്റെ ബോണ്ടിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമൊക്കെ സെയിം ആയിരിക്കും. അത്തരത്തിലുള്ള ഒന്നിലധികം സ്ട്രക്ചറുകൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിനെയാണ് കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രക്ചറാണ്
റെസൊണൻസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ഹൈബ്രിഡ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. നമുക്ക് ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചറാണ്, ഓസോണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറാണ്. സം മോളിക്യൂൾസ് ആർ നോട്ട് വെൽ ഡിസ്ക്രൈബ്ഡ് ബൈ ലൂയിസ് സ്ട്രക്ചർ. ചില മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഓസോൺ, ഈ മോളിക്യൂളിനെ നമുക്കൊരു സിംഗിൾ സ്ട്രക്ചർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓസോൺ ഇത് രണ്ടും ഓസോണിൻ്റെ സ്ട്രക്ചറാണ്. പക്ഷേ അവിടെ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രണ്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. ഈ ഓരോ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കമ്പൈൻ ചെയ്ത് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് ഹൈബ്രിഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയും. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഓസോണിലെ ആക്ച്വൽ ബോണ്ട് ലെങ്ത് 1.278 ആംസ്ട്രോങ് ആണ്, രണ്ട് ബോണ്ടുകൾ. പക്ഷെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് പക്ഷേ ഈ ഓക്സിജൻ ബോണ്ട് ലെങ്ത് 1.278 ആംസ്ട്രോങ് എന്നുള്ളത് ഒരിക്കലും ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത്തും അല്ല, ഓക്സിജൻ ഡബിൾ ബോണ്ട് ലെങ്ത്തും അല്ല. ഡബിൾ ബോണ്ട് ലെങ്ത്തിനേക്കാളും കൂടുതലും സിംഗിൾ ബോണ്ട് ലെങ്ത്തിനേക്കാളും കുറവും. നമുക്ക് രണ്ട് സ്ട്രക്ചറും ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ റെഡ് കളർ കൊടുത്തിട്ടുള്ളത് ലെങ്ത്ത് കൂടുതലാണ്, മറ്റേത് ലെങ്ത്ത് കുറവുമാണ്. പക്ഷേ നമുക്ക് ആക്ച്വൽ മെഷർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. എക്സ്പെരിമെൻ്റലി ഓസോൺ ഹാസ് 2 ഐഡൻറ്റിക്കൽ ബോണ്ട്സ്, വേറാസ് ലൂയിസ് സ്ട്രക്ചർ റിക്വയർസ് 1 സിംഗിൾ ബോണ്ട് ആൻഡ് 1 ഡബിൾ ബോണ്ട്. ഒന്ന് സിംഗിൾ ബോണ്ടും ഒന്ന് ഡബിൾ ബോണ്ടാണ് ലൂയിസ് സ്ട്രക്ചർ പ്രകാരം വേണ്ടത്. എന്നാൽ ആക്ച്വൽ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. ഇതാണ് റെസൊണൻസ് സ്ട്രക്ചറിലേക്ക് നമ്മളെ ലീഡ് ചെയ്തിട്ടുള്ളത്. റെസൊണൻസ് structures are attempts to represent a real structure that is a mix between several extreme possibilities. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. എങ്ങനത്തെ അറ്റംപ്റ്റ് ആണ്? ഒരു രണ്ട് എക്സ്ട്രീം സ്ട്രക്ചറുകൾ നമ്മളുടെ പോസിബിലിറ്റീസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. ഈച്ച് ലൂയിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് എ റെസൊണൻസ് ഫോം. അതിന് നമ്മൾ റെസൊണൻസ് ഫോം എന്നാണ് ഇതിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റെസൊണൻസ് ഫോം 2 or more ലൂയിസ് സ്ട്രക്ചേഴ്സ് ഹാവിംഗ് ദി സെയിം അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ബട്ട് എ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രം ഡിഫറൻസ് ഉണ്ടാവും, ബാക്കിയുള്ള സ്ട്രക്ചർ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് സെയിം ആയിരിക്കും. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ്, കോമ്പിനേഷൻ ഓഫ് സ്ട്രക്ചേഴ്സിനെയാണ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുക. അതിൽ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ കനോണിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഓസോണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറിൽ ഒരു ഭാഗത്ത് ഓസോൺ ദ റെസൊണൻസ് ഫോം ഹാവ് 1 ഡബിൾ ബോണ്ട് ആൻഡ് 1 സിംഗിൾ ബോണ്ട്. ഒന്ന് ഡബിൾ ബോണ്ടാണ് ഓസോണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറിൽ, ഒന്ന് ഡബിൾ ബോണ്ടാണ്, ഒന്ന് സിംഗിൾ ബോണ്ടാണ്. ദി ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ഓസോൺ ഈസ് ദി കോമ്പിനേഷൻ ഓർ ആവറേജ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫോംസ്. ഈ രണ്ട് സ്ട്രക്ചറും കൂടി, ഈ രണ്ട് സ്ട്രക്ചറിൻ്റെയും കോമ്പിനേഷനാണ് ശരിക്കും ആക്ച്വൽ ഓസോണിൻ്റെ സ്ട്രക്ചർ. അതിനെ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയും. അതിൽ കാണുന്ന ഓരോ സ്ട്രക്ചറിനെയും നമുക്ക് കനോണിക്കൽ സ്ട്രക്ചർ എന്നും വിളിക്കാൻ പറ്റും. ഓസോണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ. 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്, ബോണ്ട് ലെങ്ത് സെയിം ആണ്. നമുക്ക് ഈ രൂപത്തിലാണ് ആക്ച്വലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ അത് ലൂയിസ് സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഒന്നിലധികം സ്ട്രക്ചറുകളുടെ കോമ്പിനേഷൻ ഇത്തരം മോളിക്യൂൾസിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് റെസൊണൻസ്. Resonance stabilizes the molecule as the energy of the resonance hybrid is less than the energy of any single canonical structure. റെസൊണൻസ് എന്ത് ചെയ്യും? മോളിക്യൂൾസിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഈ റെസൊണൻസ് ഹൈബ്രിഡിൻ്റെ അല്ലെങ്കിൽ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറിൻ്റെ എനർജി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലെസ് ദാൻ ദി സിംഗിൾ കനോണിക്കൽ സ്ട്രക്ചർ. അതിലെ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചറിനേക്കാളും കുറഞ്ഞ എനർജി ആയിരിക്കും ഈ റെസൊണൻസ് സ്ട്രക്ചറിന് ഉണ്ടാവുക. രണ്ടാമത്തെ, റെസൊണൻസ് ആവറേജസ് ദി ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ആണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള ഒരു ആവറേജ് ബോണ്ടാണ് റെസൊണൻസിൽ ഉണ്ടാവുക. റെസൊണൻസ് ആവറേജസ് ദി ബോണ്ട്. കനോണിക്കൽ ഫോം ഹാസ് നോ റിയൽ എക്സിസ്റ്റൻസ്. നമ്മൾ ഓസോണിന് 2 സ്ട്രക്ചർ ഉപയോഗിച്ചാണ് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുന്നത്. അതിലെ ഒന്നാമത്തെ സ്ട്രക്ചറും രണ്ടാമത്തെ സ്ട്രക്ചറിനും റിയൽ എക്സിസ്റ്റൻസ് ഇല്ല. The molecule do not exist in one fraction of time in one canonical form, the other part in the another form. ഒരിക്കലും അങ്ങനെ ഒരു ഇക്വിലിബ്രിയം ഒന്നുമില്ല. ഒരു ഫോം ഒരു രൂപത്തിൽ നിൽക്കുക, കുറച്ച് സമയം അങ്ങോട്ട് മാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന 2 ഫോമും ഒരേപോലെ ഒരേ കോൺസെൻട്രേഷനിൽ എക്സിസ്റ്റ് ചെയ്യുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസേ ഇല്ല, അങ്ങനെ ഒരു നിലനിൽപ്പേ ഇല്ല, അങ്ങനെ ഒരു മോളിക്യൂളും ഇല്ല. അതിൻ്റെ രണ്ടിൻ്റെയും
ഇടയിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് അതിന് ഉള്ളത്.